പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അനേകം കുടുംബങ്ങളിലിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയും ആവശ്യങ്ങളിലിരിക്കുന്നവർക്ക് വേണ്ടിയും കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുനീരിൽ കുതിർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നുമുണ്ട്. ഒരു കുടുംബം ഈ അടുത്ത കാലത്ത് ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. എൻ്റെ പേര് ജോർജ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ എറണാകുളത്ത് കോയർ ബോഡി വർക്ക് ചെയ്യാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് സെപ്റ്റംബർ ഓണത്തിൻ്റെ സമയത്ത് എനിക്ക് വേദന ഉണ്ടായി. അപ്പം പരിശോധനകളിലൂടെ എൻ്റെ വലത്തെ കിഡ്നിയുടെ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. ആ ട്യൂമർ സർജറിയിലൂടെ മാറ്റി. ബയോപ്സി ചെയ്തപ്പോൾ അത് റീനൽ കാസിനോമ എന്ന് പറഞ്ഞ ക്യാൻസർ ആയിരുന്നു കൊണ്ട്. തുടർന്നുള്ള ചികിത്സകളും എക്സാമിനേഷൻ നടന്നു. ഈ വർഷം സെപ്റ്റംബർ കൃത്യം ഒരു വർഷം തികഞ്ഞു. ദേഹത്ത് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഹോൾ ബോഡി ബോൺ സ്കാൻ ചെയ്യണം. ബോൺ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. റിസൾട്ട് വന്നു. അപ്പോൾ ഡോക്ടർ കുറച്ച് നേരം മൗനമായിട്ടിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സെക്കൻഡറി സ്റ്റേജ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇടത്തെ 7ാമത്തെ വാരിയലിൽ 3 സെൻറ്റിമീറ്റർ ഗുണം 3 സെൻറ്റിമീറ്റർ സൈറ്റുള്ള ഒരു ട്യൂമറുണ്ട്. അതുകൊണ്ട് ഞാൻ തൊറാസിക് സർജനിൽ റെഫർ ചെയ്യാണ് എന്ന് പറഞ്ഞു. ഞാൻ അമൃതയിലാണ് ചെയ്തത് സർജറി. തൊറാസിക് സർജൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ഒന്നും മിണ്ടാൻ പോലും മേലാവുന്നില്ല. ഞാൻ സർജൻ്റെ അടുത്ത് ചെന്നപ്പോൾ സർജൻ പറഞ്ഞു ഇത് നിർബന്ധമായിട്ടും മുറിച്ച് മാറ്റണം, ഇത് ക്യാൻസറാണ്, സെക്കൻഡറി ആണ്. വേറെ വല്ലയിടത്തോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഹോൾ ബോഡി പെറ്റ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച എടുത്തു ബുക്കിങ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, തമ്പുരാനെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു, യൂട്യൂബിലൂടെ അച്ഛൻ്റെ അഭിഷേകാഗ്നി കാണണം, നീ തിരി കത്തിച്ച് വെക്കണം, നിൻ്റെ ഒരു ഫോട്ടോ മുന്നേ വെക്കണം, മുട്ടുമേ നിന്ന് നീ കരഞ്ഞ് തമ്പുരാനെ വിളിച്ചാൽ നിൻ്റെ തമ്പുരാൻ കേൾക്കും എന്നോട് പറഞ്ഞു. യേശുവെ സ്തുതി.
യേശുവേ. പെറ്റ് സ്കാൻ്റെ 6 ദിവസം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ച് ഞാൻ അപേക്ഷിച്ചു. യൂട്യൂബ് തുറന്ന് ഡൗൺലോഡ് ചെയ്യും, മെഴുകുതിരി 2 കത്തിച്ച് വെച്ച് ഫോട്ടോ വെക്കും. ഈ ചേട്ടൻ്റെ രോഗിയായ ഈ ചേട്ടൻ്റെ ഫോട്ടോയും അതിന് മുമ്പിൽ വെച്ചിട്ട് യേശുവേ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് മുട്ടുമേൽ നിന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചു. പെറ്റ് സ്കാൻ ചെയ്യുന്ന തലേദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ തമ്പുരാൻ എന്നെ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ കൺവെൻഷൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. സെയിം ഡോക്ടേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് റേഡിയോളജിസ്റ്റ്. അവർ പെറ്റ് സ്കാൻ ചെയ്തു. അവർ 2 പേപ്പർ എടുത്തു വെച്ച് എന്നോട് ഒന്നും മിണ്ടാൻ മേലാത്ത പോലെ നിൽക്കുകയാണ്. കാരണം ഈ ആദ്യത്തെ ക്യാൻസർ ഉണ്ടെന്നുള്ള പേപ്പർ ഒരു സ്ഥലത്ത്, പുതിയ റിപ്പോർട്ട് വേറെ സ്ഥലത്ത്, അവർ മിണ്ടാൻ പറ്റുന്നില്ല. അവർക്ക് വിശ്വസിക്കാൻ മേലാഞ്ഞിട്ട് അവർ ട്യൂമർ ബോർഡിന് റെഫർ ചെയ്തു. അമൃതയുടെ ട്യൂമർ ബോർഡിന് ഒരു ബോർഡ് മൊത്തം വന്ന് ചെക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടിയതാണ് ട്യൂമർ ബോർഡ്. അവർ മൊത്തം പരിശോധിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദേഹത്ത് ഒരു സെല്ല് പോലും ഇല്ല, ക്യാൻസറിന്റെ ഒരു സെല്ല് പോലും, ഒരു കോശം പോലും ഈ ശരീരത്തിൽ ഒരു സ്ഥലത്തും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം കിഡ്നിയിൽ ക്യാൻസർ അല്ലേ, പിന്നെ ബോണിൽ ക്യാൻസർ. ആ കിഡ്നിയിലെ ക്യാൻസറിന് എന്റെ പിതാവേ, ഇത് നോക്കിയേ, ആ മഞ്ഞ സ്പോട്ട് കാണുന്നതാണ് എൻ്റെ ട്യൂമർ. ആ മഞ്ഞ നിറത്തിൽ കാണുന്ന അത്രയും വലുപ്പമുള്ള ക്യാൻസർ ബോണിൽ ഇരിക്കുകയാണ്. അസ്ഥിയിൽ ക്യാൻസർ. ഇത് ഡോക്ടർമാർ വ്യക്തമായി കണ്ടതുകൊണ്ട് പറഞ്ഞ് 3 സെൻറ്റിമീറ്റർ സ്പ്രെഡായി ഇങ്ങനെ ക്യാൻസർ ഉണ്ട്. ഇത് ബോഡി മൊത്തം സ്പ്രെഡാകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് ആദ്യം കിഡ്നിയുടെ അവിടെ ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബോണിൻ്റെ അവിടെ അസ്ഥിയിൽ ക്യാൻസർ. ഇത് ക്യാൻസർ ഉണ്ടെന്നുള്ള ക്യാൻസർ ഉണ്ടെന്നുള്ള ഇത് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൊടുത്ത റിപ്പോർട്ട്. ഇത് പെറ്റ് സ്കാൻ എടുത്തു കഴിഞ്ഞപ്പം അവർക്ക് വിശ്വസിക്കാൻ പറ്റാതെ നിന്ന റിപ്പോർട്ട്. ക്യാൻസർ ഇല്ല, ഒരു ശരീരത്തിൻ്റെ ഒരു സ്ഥലത്തും ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും ഇരുന്നുള്ള റിപ്പോർട്ട്. 2 റിപ്പോർട്ടുമായിട്ട് ആ ഡോക്ടർമാർ കുറച്ച് നേരം നിന്നു. എന്നിട്ട് ട്യൂമർ ബോർഡ് മൊത്തം വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ ശരീരം ക്യാൻസർ ഒട്ടുമില്ലാത്ത പോലെ പൂർണ്ണ സൗഖ്യമുള്ളതാണെന്ന് അവർ പ്രഖ്യാപിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുത്തു വിട്ടു. കരങ്ങൾ ഉയർത്തി വലിയ ശക്തിയോടെ കൈയടിച്ച് സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, കൈ ഉയർത്തി കൈയടിച്ച് ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ശനിയാഴ്ചകളിലും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി ലോകത്തിൽ നാനായിടങ്ങളിലിരുന്ന് ലക്ഷോപലക്ഷം ആളുകൾ ഉപവാസങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നുണ്ട്. അനേകം കോളേജ് സ്റ്റുഡൻസ് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകം കുട്ടികൾ ഇതിനുവേണ്ടി പ്രാർത്ഥനയിൽ കൈകോർത്തിട്ടുണ്ട്. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയുന്നൊരു കാരണം ദൈവമക്കളുടെ കണ്ണുനീരോടുകൂടിയുള്ള ഈ ഒരു പ്രാർത്ഥനയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവർ, വിദൂരങ്ങളിൽ നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവർ, മരണത്തിൻ്റെ വക്കത്തെത്തി കിടക്കുന്നവർ, രക്ഷിക്കാനാവാത്ത വിധം ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം കൈവിട്ടു പോയ അവസ്ഥയിലിരിക്കുന്നവർ, മാരക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർ, വിവാഹമോചനത്തിൻ്റെ വക്കത്തെത്തി കിടക്കുന്നവർ, മദ്യപിച്ച് നശിച്ചു കൊണ്ടിരിക്കുന്നവർ, കുടുംബത്തിൽ എപ്പോഴും എല്ലാ വിധത്തിലും സമാധാനക്കേടുണ്ടാക്കി വിശ്വാസം നഷ്ടപ്പെട്ട് പ്രാർത്ഥനയില്ലാതെ കഠിന പാപികളായി തീർന്നിരിക്കുന്നവർ, എല്ലാ ആത്മാക്കളുടെ മേലും സ്വർഗത്തിൽ നിന്ന് കൃപ വർഷിക്കപ്പെടട്ടെ. 2 കരങ്ങൾ ഉയർത്തി, ദൈവമേ ഇത് കൃപയുടെ മണിക്കൂറാക്കണമേ, ദൈവമേ കൃപ സ്വർഗത്തിൽ നിന്ന് വർഷിക്കണമേ, അവിടെ ദാനമായി വിശ്വാസം നൽകണമേ. വിശ്വാസമില്ലാത്ത അനേകർക്ക് ഇപ്പോൾ വിശ്വാസം ഉണ്ടാകട്ടെ. കർത്താവേ, രോഗികൾ അനേകർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ മഹത്വത്തിന്റെ കർത്താവേ, അവിടുന്ന് സ്വർഗം തുറന്ന് ദാസന്മാരുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ, കൃപ വർഷിക്കണമേ, അങ്ങയുടെ സന്ദർശനം നൽകണമേ. ഇപ്പോൾ മാരക അവസ്ഥയിരിക്കുന്നവർ ഓരോ തരത്തിലുള്ള കഠിന അവസ്ഥകളിൽ വിടുതൽ പ്രാപിക്കട്ടെ.
ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ വിദ്യാർത്ഥിനികൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, പഠിക്കുമ്പോൾ ഒന്നും ഓർമ്മ കിട്ടാത്ത കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി നിറയട്ടെ. ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പല നാളുകളായി പ്രശ്നമുണ്ടായി, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു, വിവാഹമോചന വക്കത്ത് നിന്ന കുടുംബങ്ങളിൽ നിന്ന് ആ കലഹങ്ങളും പല ഭിന്നതകളും മാറി കുടുംബങ്ങളിൽ യോജിപ്പുണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ ദാസിദാസന്മാരുടെ കുടുംബങ്ങളിലെ തകർന്ന അവസ്ഥകളിലേക്ക് അങ്ങനെ ദിവ്യശക്തി കൊണ്ട് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ മന്ത്രവാദ ശക്തികൾ തകരട്ടെ. യേശു നാമത്തിൽ കൂടോത്തര ശക്തി തകരട്ടെ. ഈ കുടുംബങ്ങളുടെ നാശത്തിന് വേണ്ടി നിലയുറപ്പിച്ചിരിക്കുന്ന അന്ധകാര പീഡകൾ യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യാ പ്രവചനത്തിൽ 52-ാം അധ്യായം 12-ാം തിരുലിഖിതം, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട, നിങ്ങളുടെ ദൈവമായ കർത്താവ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻ കാവൽക്കാരൻ. ദൈവം മുമ്പിലും പുറകിലും കാവൽ നിന്ന് നടത്തുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. ഉറപ്പായും അത് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അച്ഛനിത് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ്റെ മനസ്സിൽ പല രംഗങ്ങളും ചിത്രങ്ങളും ഉണ്ട്. അതിലൊരു രംഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അച്ഛൻ കൂടെ കാണാറുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ പാരൻസ് വളരെ വറീഡാണ്. ദേ ആർ വെരി മച്ച് വറീഡ് അബൌട്ട് ദെയർ ചിൽഡ്രൻ. അവർക്ക് കുറച്ച് മക്കളുണ്ട്. അതിൽ ഒരു കുട്ടിയെക്കുറിച്ച് അവർ എപ്പോഴും എന്നോട് കണ്ണുനീരോടെ സങ്കടം പറയുന്നുണ്ട്. അവർ പറയണത് ഇങ്ങനെയാണ്: അച്ഛാ, ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാ, ഇങ്ങനെ പോയാൽ ഭാവി എന്താകും അച്ഛാ? അവരുടെ പ്രശ്നം ഇതാണ്, അവരുടെ മകൻ അവരോട് മിണ്ടുന്നില്ല. അവരുടെ മകൻ അവരോട് കൈപ്പോടും വെറുപ്പോടും ബിറ്റർനെസ്സോടുകൂടെ പെരുമാറുകയാണ്. അവർ പ്രാർത്ഥിക്കാൻ വരില്ല. അപ്പനും അമ്മയും കുടുംബം പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ഈ കുടുംബാംഗങ്ങളോടൊപ്പം മകൻ പ്രാർത്ഥിക്കാൻ വരുന്നില്ല. മകൻ ഭക്ഷണം കഴിക്കാൻ അവരുടെ കൂടെ വരുന്നില്ല. മകൻ ഒരു കാര്യത്തിലും സഹകരിക്കില്ല. ഇവരെ കണ്ടാൽ മകൻ മിണ്ടില്ല. ഇവരെ ഒരു പ്രദേശത്ത് ആ ഭാഗത്തേക്ക് മകൻ വരില്ല. ഇവർ ഉണർന്നിരിക്കുമ്പോൾ മകൻ എഴുന്നേക്കില്ല. ഇവർ ഉറങ്ങുമ്പോൾ മകൻ എഴുന്നേറ്റിരിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള സങ്കടം ആ അമ്മയുടെ മനസ്സെ ഭാരപ്പെടുത്തുകയാണ്. അമ്മയല്ലേ, ഹൃദയം വേദനിക്കാതിരിക്കുകയോ? ആ അപ്പനും അമ്മയും സങ്കടത്തോടെ ഈ ഒരു കാര്യം ഞാൻ ആദ്യം ഒരു തവണ കണ്ടു. അപ്പോൾ ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു, അവർ ഞാൻ പറഞ്ഞു അവരോട് ജപമാലകൾ ചൊല്ലണം, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ബൈബിൾ വായിക്കണം, കുമ്പസാരിക്കണം, ദേവാലയത്തിൽ പോകണം, വിശുദ്ധ ബലി പങ്കെടുക്കണം. അവർ ആ നിർദ്ദേശങ്ങളെല്ലാം കീപ്പപ്പ് ചെയ്തു. 5-6 മാസം കഴിഞ്ഞു വീണ്ടും ഞാൻ ആ കുടുംബത്തെ കണ്ടു. അപ്പോഴും ഈ കണ്ണുനീര് തന്നെ. അച്ഛാ, മാറുന്നില്ല അച്ഛാ. ഞാൻ പറഞ്ഞു പോരാ, പ്രാർത്ഥന പോരാ, ഇനിയും പ്രാർത്ഥിക്കണം. അവർ പിന്നെയും പ്രാർത്ഥിച്ചു. പിന്നെ 5-6 മാസം കഴിഞ്ഞു വീണ്ടും കണ്ടു. അപ്പോഴും കണ്ണുനീരോട് ഓരോ തവണ കാണുമ്പോഴും കണ്ണുനീരും വിഷമവും കൂടുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലല്ലോ അച്ഛാ, എന്ത് ചെയ്യും അച്ഛാ? ആ മകനാണെങ്കിൽ കല്യാണം കഴിക്കാനും സമ്മതിക്കുന്നില്ല, ഒന്നിനും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഫ്യൂച്ചർ തന്നെ വലിയ അന്ധകാരത്തിലേക്ക് പോകുന്നത് പോലെ ഇവർക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ 2ാമത്തെ മകനും ഇതുപോലെ വളർന്നു വരികയാണ്. അപ്പോൾ ഇവർ ആകെ വറീഡാണ്. ഓരോ തവണ കാണുമ്പോഴും പരിഭ്രമം, ടെൻഷൻ, ഇതെല്ലാം ഇവരെ ഗ്രസിക്കുകയാണ്. പാരൻസ് എന്ന നിലയ്ക്ക് നാച്ചുറലായിട്ട് വരുന്നൊരു വലിയ ഭാരമുണ്ടല്ലോ, അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത ചിന്തകളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പകലുകൾ ഭാരപ്പെടുന്നു. അപ്പോഴെല്ലാം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, സമയമായിട്ടില്ല. ഞാൻ അവരോട് പറയുന്നുണ്ട്, ഒരു സമയം വരും, ശരിയാവും. പക്ഷെ എന്നാലും ശരി, ആ നാളുകളിൽ ആ പാരൻസ് ഒരു അഗ്നിയിലൂടെ എന്ന വണ്ണമാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്കറിയാതെ കുറേ നാൾ കഴിഞ്ഞു. പിന്നെ ഞാൻ 2-3 വർഷം പിന്നെ ഇങ്ങനെ പലതവണയൊക്കെ പ്രാർത്ഥിച്ചു. 2-3 വർഷം കഴിഞ്ഞ് വീണ്ടും കണ്ടു. അപ്പോൾ വളരെ സന്തോഷം. ഞാൻ ചോദിച്ചു എന്താണ്ടായത്? പറഞ്ഞു അങ്ങനെ ആ മകൻ്റെ സ്വഭാവം മാറി തന്നെ. ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തോ? പ്രത്യേകിച്ച് ഒന്നും ചെയ്തു. തന്നെ അവൻ പതുക്കെ മിണ്ടാൻ തുടങ്ങി. കുറച്ച് അവൻ്റെ സ്വഭാവം കുറച്ചൊക്കെ പ്രാർത്ഥനയ്ക്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ധ്യാനത്തിൽ വെച്ച് ദൈവം അവനെ സ്പർശിച്ചു. അവൻ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു കൊടുത്തു.
അവൻ്റെ ഹൃദയം ആകെ തിരിഞ്ഞു. ഭയങ്കര സ്നേഹമായി. അവൻ വിവാഹത്തിന് സമ്മതിച്ചു. കുടുംബത്തിൽ വലിയ സന്തോഷമായി. അവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും സജീവമായി സഹകരിക്കാൻ തുടങ്ങി. അവൻ കുടുംബത്തിൻ്റെ ഒരു വിളക്കായി അവൻ രൂപാന്തരപ്പെട്ടു. പക്ഷെ വർഷങ്ങൾ കുറേ പിടിച്ചു. 5-8 വർഷം കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഈ 10 വർഷങ്ങൾ അല്ലെങ്കിൽ ഈ 8 വർഷങ്ങൾ ആ അപ്പൻ്റെ അമ്മയുടെയും ഹൃദയം ഒരു തീക്കടലായിരുന്നു. കാരണം ഇത് ഓർത്തോർത്ത് രാവും പകലും ഭാരപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ നോക്കുമ്പോൾ മകന് സന്തോഷം, കുടുംബം മുഴുവൻ സന്തോഷത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നോക്കുമ്പോൾ ഈ ഒരു കുടുംബത്തിൽ മാത്രമല്ല, അനവധി ആളുകളുടെ ഹൃദയം തീക്കടലാണ്. പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതപ്പെടുകയും സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും ആകുലപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ടെൻഷൻ അടിക്കുകയും വറി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, നിങ്ങൾ വേഗം ഓടുക, നിങ്ങളെ കടന്ന് പരിഭ്രമിക്കരുത്, തിടുക്കം കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ മുമ്പിൽ കാവൽ നിൽക്കാൻ ഞാനുണ്ട്, നിങ്ങളുടെ പുറകിൽ കാവൽ നിന്ന് ഞാനാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. യേശയ്യ 52:12 മക്കളെ ഹൃദയത്തിൽ പതിപ്പിച്ചു വെക്കണം. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട. നിങ്ങളുടെ ദൈവമായ കർത്താവ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അവിടുന്ന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അവിടുന്ന് ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നടപ്പാകുന്നത് വരെ അവിടുന്ന് വിശ്രമിക്കുകയില്ല. അവിടുന്ന് അത് നടപ്പാക്കും. അവിടുത്തെ സമയമുണ്ട്, ആ സമയത്ത് അത് പൂർത്തിയാക്കും. കർത്താവിൽ വിശ്വസിക്കുക. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ ഇത് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്. ഓരോന്നിനും സമയമുണ്ട്. ആ വചനം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം, കൊല്ലാൻ ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം. ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിനും സുനിശ്ചിതമായ ഒരു മണിക്കൂറുണ്ട്, ഒരു മിനിറ്റുണ്ട്, ഒരു സമയമുണ്ട്, ഒരു വേദിയുണ്ട്. അവിടെ വെച്ച് അത് നേരെയാകും. അവിടെ വെച്ച് കർത്താവ് നടപ്പാക്കും. അവിടെ വെച്ച് കർത്താവ് ഇടപെടും. മക്കളെ, ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കുക. മുമ്പോട്ട് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അനിശ്ചിതാവസ്ഥ, പ്രത്യക്ഷത്തിൽ ആകെ ഇളകി മറിയുന്ന അവസ്ഥ, എല്ലാം തകർന്നു പോകുന്നത് പോലെ, എല്ലാം നഷ്ടപ്പെടുന്നത് പോലെ, ഇതുവരെ പടുത്തുയർത്തിയതും ഇതുവരെ സ്വപ്നം കണ്ടതും എല്ലാം വെള്ളത്തിലേക്ക് താന്നു പോകുന്നത് പോലെ മുന്നോട്ട് നോക്കുമ്പോൾ അനിശ്ചിതാവസ്ഥയും അവ്യക്തതയും ആയിരിക്കാം, കൂരാക്കൂരി ഇരുട്ടായിരിക്കാം. എങ്കിലും അവിടെ കർത്താവ് ഉണ്ട് മക്കളെ. നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പുറകിലും അവൻ കാവൽ നിന്ന് ഈ അഗ്നിയിലൂടെ, ഈ അന്ധകാരത്തിലൂടെ, ഈ പെരുവെള്ളത്തിലൂടെ നയിക്കുന്നവനാണ് അവിടുന്ന്. നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ശക്തി എത്ര വലുത്, മഹാപ്രബലനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിൻ്റെ നന്മ എത്ര വലുത്, സർവ നന്മ സ്വരൂപിയാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുത്. അവിടുത്തെ ഹൃദയം മുഴുവൻ നമ്മളെക്കുറിച്ച് തുടിക്കുകയാണ്. 48-ാം സങ്കീർത്തനത്തിൽ 10-ാമത്തെ തിരുലിഖിതം അവിടെ പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ നാമം എന്നതുപോലെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. അവിടുത്തെ വലങ്കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വലങ്കൈ. എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇത് കിട്ടണില്ല? ദൈവത്തിൻ്റെ ഈ നന്മ, ദൈവത്തിൻ്റെ ഈ വലിയ ശക്തി, ദൈവത്തിൻ്റെ ഈ ഒരു വലിയ ഒരു സംരക്ഷണം, ദൈവത്തിൻ്റെ ഈ വലിയൊരു നന്മ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഈ വിജയം എന്തുകൊണ്ട് കിട്ടുന്നില്ല? ദൈവത്തിൻ്റെ വലങ്കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ മനസ്സ് മുഖവും ടെൻഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നാം പഠിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കാൻ പരിശീലിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് ഉടനെ കിട്ടണം, ഇല്ലെങ്കിൽ ടെൻഷനായി.
ഇന്ന് പ്രാവശ്യം ഉടനെ കിട്ടണമെങ്കിൽ വിഷമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു തവണ പ്രാർത്ഥിച്ചു, 6 മാസം പ്രാർത്ഥിച്ചു, 2 വർഷം പ്രാർത്ഥിച്ചു, 7 വർഷം പ്രാർത്ഥിച്ചു, കാര്യം നടന്നില്ല. നമ്മൾ വിചാരിക്കുന്നതിന് വിപരീതമായി വീണ്ടും വീണ്ടും കാര്യം വഷളാകുന്നു. ഉടനെ വിചാരിക്കുകയാണ് ഇനി ഒന്നും നടക്കില്ലായിരിക്കുമെന്ന്. ദൈവത്തിൻ്റെ ശക്തിയെ പരിമിതപ്പെടുത്തരുത്, ദൈവത്തിൻ്റെ ശക്തിയെ അവിശ്വസിക്കരുത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു സംഭവം കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അബ്രാമിന് ഭാര്യ സാറായിൽ കുട്ടികൾ ഉണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട് പറഞ്ഞു, മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല, നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക, ഒരു പക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം. അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. ഈ അബ്രാഹത്തോടും കുടുംബത്തോടും കർത്താവ് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു. ഈ വാഗ്ദാനം നടപ്പാകുന്നില്ല. കർത്താവ് ഉണ്ട്, കർത്താവ് പ്രവർത്തിക്കും, കർത്താവിന് ശക്തിയുണ്ട് എന്നൊക്കെ അറിഞ്ഞാലും ശരി, ഇതൊന്നും കാണുന്നില്ല. പ്രത്യക്ഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇല്ലാത്ത പോലെ, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധ്യതയില്ലാത്ത പോലെ അബ്രാഹത്തിൻ്റെ ജീവിതം മുമ്പോട്ട് നീങ്ങുകയാണ്. അങ്ങനെയുള്ളൊരു പ്രാക്ടിക്കൽ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൻ്റെ പച്ചയായ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് സാറായി പറയണത്. ഇനി നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, കൃത്രിമമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തരാം, എന്തെങ്കിലും കുറുക്ക് വഴി നോക്കാം എന്ന് മാനുഷികമായി ഉള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇത് തന്നെയാണ് വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വലങ്കൈയുടെ ഇടപെടൽ കാണാനും അനുഭവിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ദൈവം ഉറപ്പ് തന്നിട്ടും ഞാൻ നിങ്ങളത് വിശ്വസിക്കുന്നില്ല. ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്, അവൻ ഓടിപ്പോകുന്ന വഴിക്ക് മരുഭൂമി കടന്നുറങ്ങുന്നൊരു രംഗമുണ്ട്. അത് നമ്മൾ കാണുന്ന 28-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാമത്തെ അധ്യായം. അങ്ങനെ മരുഭൂമിയിൽ കടന്ന് അവൻ ഏകാഗിയും അവൻ അനാഥനും പരിത്യക്തനുമായി കടന്ന് ഉറങ്ങുന്ന സമയത്ത് ദൈവം സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു വചനം, ഒരു വാക്ക്, ഒരു സെൻറ്റൻസ് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഇപ്പോൾ അവൻ ആരുമില്ല, അവൻ ഭയന്ന് സ്വജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ഓടി മരുഭൂമിയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന രാത്രി അവൻ മരുഭൂമി കടന്നുറങ്ങുമ്പം, അവരാരുമില്ലാതെ കടന്നുറങ്ങുമ്പം ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് ജീവിതത്തിൻ്റെ അവ്യക്തതയിൽ ദൈവം അവനോട് പറയുന്ന കാര്യമാണ് ഉൽപ്പത്തി 28:15. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. കർത്താവ് ഉറപ്പ് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകം 48-ാം അധ്യായം 10-ാം തിരുലിഖിതം. അവിടുത്തെ വലങ്കരം വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുവർത്തമാക്കാൻ വേണ്ടി ദൈവം തന്നെ പ്രവർത്തിക്കും. ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. പ്രാർത്ഥനയോടെ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു നല്ല കർഷകനെ പോലെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ദൈവം ഇടപെടും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസഹിഷ്ണുത, ടെൻഷൻ, ആകുലത, ഇത് നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കും, പ്രാർത്ഥന ക്ഷയിപ്പിക്കും. പ്രാർത്ഥിക്കാൻ പറ്റാതെയാവും, ഹൃദയം വരണ്ടു പോകും, ആത്മാവിൻ്റെ ഉണർവ് നിലയ്ക്കും, നാം അന്ധതയിൽ ആണ്ടുപോകും. അങ്ങനെ വരാതിരിക്കാൻ പ്രത്യാശയുടെ വചനങ്ങളും ദൈവം നമ്മളോട് പറഞ്ഞുള്ള നിർദ്ദേശങ്ങളെയും നാം കൂടെ ധ്യാനിക്കണം, കൂടെ നമ്മൾ ചിന്തിക്കണം. തളർന്ന ആത്മാക്കളുടെ മേൽ ഇപ്പോൾ കർത്താവിൻ്റെ കൃപയൊഴുകട്ടെ. ഓ ദൈവമേ, അനുഗ്രഹത്തിൻ്റെ നദി ഇപ്പോൾ പൊട്ടി പുറപ്പെടട്ടെ. എല്ലാ ഹൃദയങ്ങളെയും അത് കുതിർക്കട്ടെ കർത്താവേ. വിണ്ടുണങ്ങിയ മാനസങ്ങളുടെ മേൽ ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകട്ടെ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളെയും കുതിർക്കണമേ, എല്ലാ മനസ്സുകളെയും ആശ്വസിപ്പിക്കണമേ, എല്ലാ കുടുംബങ്ങളെയും അഭിഷേകം ചെയ്യണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. മടുത്ത ഹൃദയങ്ങൾ ഉണരട്ടെ, എല്ലാ അന്ധകാരങ്ങളും നീങ്ങട്ടെ.
തകരട്ടെ, പിശാചിന്റെ കൗശലങ്ങൾ തകരട്ടെ, കർത്താവിന്റെ അഭിഷേകം നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നാളുകളായി പ്രാർത്ഥിച്ചു, നാളുകളായി ദൈവത്തെ അന്വേഷിച്ചു, പിന്മാറിപ്പോയി, പിന്മാറ്റത്തിരിക്കുന്ന മക്കളിലേക്ക് ഇപ്പോൾ കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ സർവ്വ ആകുലതകളും, ഉത്തരം കിട്ടാത്ത എല്ലാ വേദനകളും, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും, കുടുംബ പ്രശ്നങ്ങളും, പഠനത്തോട് ബന്ധപ്പെട്ട് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന കുട്ടികളുടെ എല്ലാ സങ്കടങ്ങളും, രോഗികളായ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള സർവ്വ പ്രാർത്ഥനകളും ഇപ്പോൾ കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവരാം. ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന നാനാജാതി മതസ്ഥരുടെ മേൽ, സർവ്വ മക്കളുടെ മേലും ദൈവം കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുലിഖിതം കർത്താവ് വിശുദ്ധ ലിഖിതം അരുളി ചെയ്യുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. യേശുവേ യേശുവേ എന്ന് വിളിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ആദരം തുറന്ന് യേശുവിന്റെ നാമത്തെ വിളിച്ച് ദൈവമക്കൾ ഒരുമിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കുടുംബങ്ങളിലേക്ക് കർത്താവേ ഇപ്പോൾ അങ്ങയുടെ ശരീരത്തിന് അത്ഭുത ശക്തി വ്യാപരിച്ച് അങ്ങയുടെ മക്കളുടെ കണ്ണുനീരിലേക്ക് ദൈവശക്തി ഇടപെടുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകട്ടെ, ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ. സ്തുതിയും പുകഴ്ചയും സ്തുതിയും പുകഴ്ചയും. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ,